അമ്മേ കൂട്ടുകാരികളെല്ലാം അറിയിച്ചോ? അതൊക്കെ എപ്പോഴേ അറിയിച്ചു. അതേതായാലും നന്നായി അമ്മേ. ഇത്ര വലിയ പൈസയുടെ ഫ്രെയിം എല്ലാം വാങ്ങിയിട്ട് കഴിഞ്ഞാൽ കാഴ്ച അധികം കിട്ടും. കിട്ടും. എന്താ എനിക്കും ഒന്ന് മേടിച്ചിട്ടിടണം. നീ എത്ര വലിയ കണ്ണട മേടിച്ചു വെച്ചാലും നിന്റെ കണ്ണിന് കാഴ്ച കിട്ടാലും നിന്റെ മനസ്സിനാ കാഴ്ച കിട്ടുന്നത്. അത് നമുക്ക് തെറ്റി. എൻ്റെ മനസ്സിന് ഒരു പ്രശ്നമില്ല. പക്ഷെ അമ്മയുടെ മനസ്സിനാണ് ഇപ്പൊ പൈസയുടെ പ്രശ്നങ്ങൾ അറിയാതെ നടക്കുന്നത്. അതേടി, അതുകൊണ്ടല്ലേ ഈ കാണുന്ന സ്വത്തൊക്കെ ഇന്നും നിലനിൽക്കുന്നത്. ഞാൻ പെർഫെക്റ്റ് ആയോണ്ടാ. അത് അച്ഛനുണ്ടാക്കിയതല്ലേ? അതെ, അച്ഛനുണ്ടാക്കിയതാ. അച്ഛന് സപ്പോർട്ട് ചെയ്ത് ഞാൻ കൂടെ ഉണ്ടല്ലോ എപ്പോഴും. അതുകൊണ്ടല്ലേ. നീ നിന്റെ കെട്ടിയനെ ഒന്ന് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാറുണ്ടോടി? ഉണ്ടോ? ഞാൻ ചെയ്യില്ല. എന്താ ചെയ്യാത്തേന്ന് എന്നോട് ചോദിക്കാം. അമ്മ ചോദിക്ക്. എന്താ ചെയ്യാത്തെ? എന്നാ അത് അമ്മ കേട്ടോ. ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലേ ഈ കുടുംബം കുളന്തോട്ട് നിങ്ങളെ മകൻ. അയ്യോ, വരെയൊക്കെ ഒന്ന് അടിച്ചു വാരി ആ മിറ്റവും പോയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി ഇടും. എനിക്ക് അടിച്ചു വരാൻ കഴിയില്ല. വേണമെങ്കിൽ അവരവർ ഒറ്റക്ക് അടിച്ചു വാരിക്കോ. അല്ലേലും അറിയാം ഒരു പണിയും ചെയ്യാൻ നടക്കുക. എടാ വേണുകുട്ടാ, എനിക്കൊരു കോളത്ര ഒരു 15,000 രൂപ കിട്ടിയിട്ടുണ്ട്. അത് മുടക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടി ഉണ്ടെങ്കിൽ നീ എന്നോട് പറയണേ. നമുക്ക് ഗംഭീര കോളാടാ. ഞാൻ പറയാം, നേരിട്ട് കാരണം പറയാം. ഫോണിൽ കൂടെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ മാറി നിന്ന് വിളിക്കുക നിന്നെ. നമുക്ക് കോളപ്പിക്കണം. നീ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാൻ വീട്ടിനകത്താ. ഞാൻ വിളിക്കാം. ശരി. അച്ഛനെന്തോ കോളത്തുണ്ടല്ല? എനിക്ക് നമ്മുടെ കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞതാ. ആണോ? ഇനി നല്ല കച്ചവടം കിട്ടും, നല്ല കോളല്ലേ എന്ന് പറഞ്ഞതാ. പൈസയുടെ കാര്യം പറഞ്ഞല്ലോ. കച്ചവടത്തിൽ നിന്ന് പൈസ അല്ലേ കിട്ടുന്നത്. അത് കൂടുതൽ കിട്ടിയാൽ നല്ലതല്ലേ? അത് കോളല്ലേ? എന്നാലേ അതിന്നൊരു 5,000 തരൂ. 10,000 രൂപ തരാം നിനക്ക്. മതി 10,000 മതി. അച്ഛാ, എനിക്ക് അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കണം പ്ലീസ്. അമ്മയ്ക്ക് എന്ത് സർപ്രൈസ് കൊടുക്കാൻ? അമ്മ നമുക്ക് വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടണല്ലേ. അമ്മയ്ക്കൊരു സാരി മേടിച്ചു കൊടുക്കാം. അങ്ങനെ നീ എന്റെ പൈസ കൊണ്ട് അമ്മയ്ക്ക് സാരി മേടിച്ച് സർപ്രൈസ് കൊടുക്കണ്ട. അച്ഛന്റെ പൈസ എനിക്ക് തരണ്ട. പലപ്പോഴായിട്ട് എന്റെ വാങ്ങിച്ച കുറച്ച് പൈസ ഇല്ലേ, ആ പൈസ എനിക്ക് തന്നാ മതി. പലപ്പോഴായിട്ട് നിന്റെ മേടിച്ച പൈസ ഞാൻ പലപ്പോഴായിട്ട് തിരിച്ചു തരും. എപ്പോ തരും? എഴുതി ഒപ്പിട്ട് തരണം. ഞാൻ എപ്പോ തരുമെന്ന്? നീ കൈ കിട്ടുന്ന അനുസരിച്ച് തരും. അങ്ങനെ പറഞ്ഞാ എപ്പോ തരും? എനിക്ക് സൗകര്യത്തിന് കിട്ടുമ്പോൾ എന്റെ സൗകര്യത്തിന് ഞാൻ നിനക്ക് തരും. ഇത് പറയണേട്ടാ തോന്നൂല അച്ഛനെ ഞാനാണ് കടം മേടിച്ചേണേന്ന്. ഞാനൊരു പണിയാടി. നിന്റെ കാലെ പിടിച്ചിട്ടാ അയ്യോ മോളെ മേടിച്ച് തിരിച്ചു തരാടി. എടി ക്ഷമിക്കടി. കാലെ പിടിക്കണ നിന്റെ. എന്താ പണിയാ അച്ഛൻ കാണിച്ചു? ചുമ്മാ ഒരു മാരണത്തെ പറഞ്ഞു വിടാൻ നോക്കുമ്പോ അടുത്ത മാരണം കയറി വന്നു. എന്താ നിന്റെ ആവശ്യം? അച്ഛമ്മേ, ഇതിനാരും ഇവിടെ കണ്ണാടി വാങ്ങിച്ചു വെക്കാൻ പോകുന്ന മുഖത്തോട്ട് വയ്ക്കട്ടെ. അച്ഛമ്മയല്ലേ, നല്ലതല്ലേ? അതച്ഛൻ ആർഭാടമല്ലല്ലേ? എടേ, അച്ഛമ്മ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛമ്മയ്ക്ക് അതിന് പറ്റിയ വിലക്കുള്ള ഒരു കണ്ണാടി വെച്ചോണ്ട് എന്താ കുഴപ്പം? ഇനി 20,000 രൂപയാണ് അതിനൊന്ന് നിന്നോട് ആര് പറഞ്ഞു? അച്ഛമ്മ പറഞ്ഞു, എന്നോട് പറഞ്ഞു, കൃഷ്ണയോട് പറഞ്ഞു, ഫോണിൽ കൂടെ എല്ലാം കൊട്ടി കുഴപ്പം നാട്ടുകാരോട്. 25,000 രൂപ എനിക്കറിയില്ല, അതിന് മുകളിലായിരിക്കും. അച്ഛമ്മ അത് വെച്ചോണ്ട് നിനക്കിപ്പോ എന്താ കുഴപ്പം? ഒരു കുഞ്ഞ് ഹോം തിയേറ്റർ ആണ് അതിന് അച്ഛന് വലിയ ആർഭാടം, കോടീശ്വരൻ എന്തൊക്കെയായിരുന്നു വലിയ വീമ്പളക്കം. എടാ, ഹോം തിയേറ്റർ ഒക്കെ മേടിച്ചു വെക്കാനുള്ള പൈസ ഒന്നും എന്റെ ഇല്ല. കണ്ണാടി അതുപോലല്ല, അത്യാവശ്യത്തിന് മനുഷ്യന് കണ്ണ് കാണണം. അതുകൊണ്ടാണ് കണ്ണാടി മേടിച്ചു കൊടുക്കുന്നത്. കണ്ണ് കാണാൻ 20,000 രൂപയുടെ കണ്ണാടിയാ? അത് ചിലപ്പോൾ അത്രയൊക്കെ വേണ്ടി വരും. നാളെ നിനക്കും പ്രായമാകുമ്പോൾ ചിലപ്പോൾ വേണ്ടി വരും. എന്തേ? വല്ലാത്തൊരു വിധി അടി നമ്മൾ നിങ്ങളുടെ അച്ഛനെ കിട്ടി കേട്ടാ. വല്ലാത്തൊരു വിധി തന്നെ. എന്തോന്ന് വിധി? ഇതിൽ കൂടുതൽ എന്താ വലിയ വിധി വരാനേ? ഒരു ഹോം തിയേറ്റർ അച്ഛനെ പറഞ്ഞപ്പോ വലിയ വലിയ കണക്ക് പറയുന്നു. അച്ഛമ്മയ്ക്ക് കൊടുക്കാം 20,000 25,000. എടാ, എന്റെ അമ്മയ്ക്ക് കണ്ണാടി വേണമെന്ന് വെച്ചാൽ ഞാൻ മേടിച്ചു കൊടുക്കും. നിങ്ങളെ അത്ര വലിയ കോടീശ്വരന്മാരുടെ മക്കളൊന്നും അല്ല ഇത്രയ്ക്ക് ആർഭാടം കാണിക്കാൻ. പണി നോക്ക്, ആർഭാടം കൊണ്ട് നടക്കുന്നു. അതെ, എനിക്ക് തരാനുള്ള പൈസ അച്ഛൻ തന്നല്ല. ഇനിയാണ് നിനക്ക് ഹോം തിയേറ്റർ നോക്കിയിരുന്നോ? അപ്പൊ കിട്ടും. ഞാൻ കിടിച്ചെടുത്തോളാം. ഞാൻ പോണ്. എന്തൊരു ഫാമിലി ഇത്. നാണമില്ലല്ലോ സ്വന്തം മക്കളെ പൊക്കി പറയേ. അവള് മാത്രമേ വലിയ ഇംഗ്ലീഷൊക്കെ വായിക്കുന്നുള്ളൂ. നമുക്കൊന്നും ഇംഗ്ലീഷ് അറിയാത്ത പോലെ. നീ എന്തുവാടി പിറുപിറുക്കുന്നത്? ഇതെന്താ നിന്റെ കയ്യിൽ? ഇത് തേങ്ങാക്കളി മോഹിനി വന്നതാ, കുമ്പളങ്ങ. അവളുടെ വീട്ടുമുറ്റത്തൊരു പ്ലാവില്ലേ, അതിൽ കുമ്പളം പടർത്തിയിട്ടുണ്ട്. ജൈവ. ഉച്ചയ്ക്ക് നമുക്ക് പുളിശ്ശേരി വെക്കാം. അതെങ്ങനെ അവളെ വീട്ടുമുറ്റത്ത്
നിങ്ങൾ ഇത് ഉണ്ടെന്ന് കണ്ടത്? റോഡ് സൈഡിലല്ലേ വീട്? നടന്നു പോകുമ്പോ ഇതൊക്കെ കണ്ടൂടെ? റോഡ് സൈഡിൽ ഇവിടെ അങ്ങ് നടന്നു പോകുമ്പോൾ തന്നെ നിങ്ങൾ ഇങ്ങനെ നോക്കിയേ. അയ്യോ, എന്തോ ആടി ഇത്? നമ്മൾ നടന്നു പോകുമ്പോ ചുറ്റുവട്ടത്തുള്ളതൊക്കെ കാണത്തില്ലേ? അങ്ങനെ കണ്ടതാ. അങ്ങനെ കാണണ്ട, നടന്നു പോകുമ്പോ സ്ട്രൈറ്റ് പോണം. നാളെ തൊട്ടേ കുതിര കണ്ണ് കിട്ടിയിരിക്കുന്ന പോലെ ഇങ്ങനെ നേരെ മാത്രം കണ്ടാ പോലും കണ്ണടച്ച് നടന്നോളാം. ആ ഭയങ്കര തന്നെ. ഇങ്ങോട്ട് നോക്കിയേ, നാളെ മുതൽ ഇവിടെ ഇംഗ്ലീഷ് പത്രം വരുത്തണം. ഇംഗ്ലീഷ് പത്രം വരുത്താനാ? ആ നിനക്ക് ഇംഗ്ലീഷ് വല്ലതും വായിക്കാൻ അറിയാവോ? അതിനെന്തിനാ ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്നത്? എടി വായിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാടി പത്രം വരുന്നത്? നോക്കി, അത് കുമ്പളങ്ങ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതല്ല ഇത്. ആ, അത് ഇംഗ്ലീഷ് പത്രം. അതിനെന്താ? ഇത് മോഹിനിയുടെ വീട്ടിൽ ഇംഗ്ലീഷ് പത്രം വരുത്തുന്നത്. ആ, അവക്ക് ചിലപ്പോ ഇംഗ്ലീഷ് വായിക്കാൻ അറിയായിരിക്കും. അവക്ക് ഇംഗ്ലീഷ് അല്ല, കുന്തം വായിക്കാൻ അറിയുന്നു. അവിടെ ആരെങ്കിലുമൊക്കെ വായിക്കുന്നുണ്ടായിരിക്കും. ആ, അവളെ മക്കൾ ഇംഗ്ലീഷ് പത്രം വായിക്കുന്നത്. വായിച്ചോട്ടെ, അവർക്കറിയായിരിക്കും. നമുക്കെന്താ? അവൾ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ എന്താ പറഞ്ഞതെന്നറിയോ? വർഷങ്ങളായിട്ട് നമ്മുടെ വീട്ടിൽ ഇംഗ്ലീഷ് പത്രം വാങ്ങുന്നത്. നീ എന്തിനാടി അങ്ങനെയൊക്കെ പറയാൻ പോയത്? എന്തിനാ ഇങ്ങനെ ഈ പൊങ്ങച്ച പറയാൻ പോണേന്ന്? ആ, എന്താ അവള് പറഞ്ഞത് ഞാൻ കേട്ട് നിൽക്കണം? ഒരു വീട്ടിൽ വാങ്ങിക്കുന്ന പത്രമല്ലേ, അതിനൊക്കെ നമ്മൾ ഇങ്ങനെ മത്സരിക്കേണ്ട കാര്യമുണ്ടോ? ആ, മത്സരിക്കണം, ഇതിലൊക്കെ മത്സരിക്കണം. ഇതേ കുശുമ്പും കുന്നായ്മയും എല്ലാം കൂടെ അങ്ങോട്ട് തലക്ക് പിടിച്ചിട്ടാ. ഓ, എന്റെ ഒന്നും കാര്യമില്ല കേട്ടോ. അല്ല, അവള് നാളെ എങ്ങാനും വന്ന് ഇംഗ്ലീഷ് പത്രം എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്നാ പറയും? ഇവിടെ വരുത്തുന്നില്ല എന്നങ്ങ് പറയണം. പ്രശ്നം തീർന്നില്ലേ? അയ്യേ, അതിലും നല്ല ഞാൻ മരിക്കുന്നതാ. ഇപ്പൊ എന്ത് വേണമെന്നാ നീ പറയുന്നത്? ഇംഗ്ലീഷ് പത്രം വരുത്തണം. പിന്നെ നിനക്ക് പൊങ്ങച്ചം കാണിക്കാൻ ഇനി ഇവിടെ ഇംഗ്ലീഷ് പത്രം വരുത്തണോ? നടക്കുകയല്ല. അതിന് നിങ്ങൾ പൈസ കൊടുക്കണ്ട, ഞാൻ പൈസ കൊടുത്തോളാം. ഞങ്ങൾ പൈസ കൊടുക്കണ്ട. ഈ പുറമ്പിനകത്ത് എങ്ങാനും ഇംഗ്ലീഷ് പത്രം കണ്ട ഞാനെടുത്ത് കത്തിച്ചു കളയും. വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട, നീ കയറിപ്പോ. അതിന് ആവശ്യമില്ലാണ്ട് വെച്ചാലല്ലേ നിങ്ങൾ കത്തിക്കത്തുള്ളൂ. അത് ഉപയോഗിക്കുമല്ലോ. എന്തോന്നിന് ഉപയോഗിക്കുമെന്ന്? ഉപയോഗിക്കും. വായിക്കാൻ അറിഞ്ഞുകൂടാ, പിന്നെ ഇംഗ്ലീഷ് പത്രം കൊണ്ട് എന്ത് ഉപയോഗ? അടുപ്പ് തീ കത്തിക്കാനാ? പോയേ. ഇങ്ങനെ ഓരോന്ന് പൊതിഞ്ഞിട്ടൊക്കെ കൊടുക്കാലോ. നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കില്ല. പോയേ. എന്നാലും ആരാ ജയിക്കുന്നതെന്നൊന്ന് കാണണല്ലോ. ഇവിടെ ആരും ജയിക്കുകയല്ല. ഇംഗ്ലീഷ് പത്രം ഇവിടെ എങ്ങാനും കണ്ട ഞാൻ അന്നേരം എടുത്ത് കത്തിച്ചു കളയും. പറ്റുകയല്ലെന്ന്. ഇവിടെ ഇംഗ്ലീഷ് പത്രം വരുത്തുന്നില്ല. ഇനി ആർക്കെങ്കിലും വായിക്കണമെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് വാശിയാ. നടക്കുകയില്ല ഇവിടെ, വരുത്തിക്കല്ല. ഞാൻ ഇംഗ്ലീഷ് പഠിക്കും. നീ പഠിക്കണം, നന്നായിട്ട് ഇംഗ്ലീഷ് പറയണം, ഇവിടെയൊക്കെ വിലസണം. അതെന്റെ ആഗ്രഹം. പക്ഷെ അതിനുവേണ്ടി പത്രം വരുത്തുകയല്ല വേണ്ടത്, മര്യാദക്ക് പോയി ഇംഗ്ലീഷ്. അങ്ങനെ പുറത്തു പോയിട്ടൊന്നും പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് പത്രം വരുത്തിക്കണം എന്ന് പറഞ്ഞത്. ഇനി എന്ത് ഭൂമി കുലുങ്ങുന്നെന്ന് പറഞ്ഞാലും ഇവിടെ ഇംഗ്ലീഷ് പത്രം ഞാൻ വരുത്തിക്കാൻ സമ്മതിക്കുകയില്ല. ഞാൻ വരുത്തിക്കും. നീ വരുത്തി കാണിക്ക്. ഈ വീട്ടിലൊരു പത്രം വരുത്തി കാണിക്ക്. നീ എന്നോട് ബെറ്റ് വെക്കാൻ നിൽക്കല്ലേ. ഏയ്, ബെറ്റും ഒന്നുമില്ല, നടക്കുകയില്ല ഇവിടെ. ആ വണ്ടി പൊളിച്ചോണ്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടൊന്നും ഇംഗ്ലീഷ് പഠിക്കുകയല്ല. ആ ടയർ എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷാണ്, വേണേ അത് വായിച്ചു പഠിക്കും. കാർ സ്പെല്ലിംഗ് അറിയാമോ? CAR. അതല്ല എനിക്കറിയാം. അത്ര പൊട്ടത്തിയൊന്നല്ല ഞാൻ. പുഷ്പ എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞേ. മലയാളത്തിൽ പുഷ്പ എഴുതുമല്ലോ, ഇംഗ്ലീഷിൽ പറഞ്ഞേ, സ്പെല്ലിംഗ് പറഞ്ഞു. അങ്ങനെ തന്നെയല്ലേ പുഷ്പ എന്ന് പറയുന്നത്? ഇംഗ്ലീഷിൽ സ്പെല്ലിംഗ് പറഞ്ഞു. പറഞ്ഞുതരാം. PUSH. ഭഗവാനെ, എത്ര മണിക്കൂർ ആലോചിച്ചിട്ടാ പറയുന്നത്. PRAKSH അങ്ങനെ പറയണം. പ്രകാശ്. ഇനി ആദ്യം പോയി പുസ്തകം എടുത്ത് വെച്ച് പഠി. നമുക്ക് സർക്കാർ ജോലിയൊന്നും ഇല്ല, കോടികളൊന്നും ഇല്ലാന്നേ ഉള്ളൂ. ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് വീട്ടുകാർ. കുമ്പളങ്ങയുടെ അടിപൊളി. ഇടി കുമ്പളങ്ങയുടെ സ്പെല്ലിംഗ് അറിയാവോ? ചേച്ചി ഇത് നല്ലതാണോ? നീ എന്തിനാണ് എന്റെ ക്രീമൊക്കെ എടുത്ത് തേക്കുന്നേ? ചേച്ചിയല്ലേ എനിക്ക് എടുത്തന്നേ. നല്ലല്ലേ? ആ, എടുത്ത് തേച്ചു. എടാ, ഒന്ന് ഇറങ്ങി പോടാ, നിന്നെ നാറിയിട്ട് വയ്യ. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? വേണ്ട, ചക്ക നാറു ചെറുക്കനെ. ഇപ്പൊ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ആ സ്പ്രേയുടെ ചക്കയും കൂടെ ചേർന്ന് വേറെ ഏതോ മണമായി. ഏത് മണം?
പോയി കുടിക്കടാ. ഇപ്പഴാ ഇപ്പൊ ഞാൻ കുളിക്കൂല. എടാ നിന്നെ നാറുന്ന്. കാലട്ടി. എടാ എണീറ്റ് പോട ചക്കക്കള. ഞാൻ അറിയാതെ ഒരു ചക്കപ്പഴം കഴിച്ചതിനാണെങ്കിൽ ഇത്രയും പേരൊക്കെ ചക്കക്കള്ളൻ, ചക്കക്കുരി, രാത്രി പണ്ടാരൻ. നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ? അങ്ങനെ എന്റെ കയ്യിലിരിപ്പ് നോക്കണ്ട. എടി കൃഷ്ണേ, എന്താ? ഞാനേ അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കണ്ട്. കൊടുത്തു. നീയും കുറച്ച് പൈസ പിരിവിടൂ. ഞാന് 500 രൂപ ഇടുന്നുണ്ട്. ഒരു 700 രൂപ 700 മതിയോ? മതി. ആരാ സർപ്രൈസ് കൊടുക്കുന്നേ? നമുക്ക് 2 പേർക്കും കൂടി കൊടുക്കാം. ഓ, അപ്പൊ ചേച്ചി 500 ഇടും, ഞാൻ 700 ഇടണം അല്ലേ? 500 മതി, 500 മതി. വിലയും കൂലിയില്ലാത്ത എന്റെ അടുത്ത് തന്നെ വന്ന് ചോദിക്കണം. എടി ഒരു 300. 300 ഇല്ല 100 ഇല്ല. ചേച്ചി പോയേ. അച്ഛന്റെ മോള് തന്നെ. എന്ത് ഡൗട്ട് ഉണ്ടോ അച്ഛന്റെ മോളല്ലാന്ന്? ആ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. ചേച്ചീനെ ചാക്കും കൊടുത്ത് വാങ്ങിച്ചതാ. ആ നിനക്കറിയില്ലായിരുന്നല്ല. എടാ 2 കിലോ അരിക്ക് വേണ്ടിട്ട് നിന്നെ കൊടുത്തതാടാ. ഞങ്ങള് പിന്നെ പോട്ടേന്ന് വിചാരിച്ചങ്ങ് വാങ്ങിച്ചത് ഇവനെ. എന്നാലേ എന്നെ കണ്ട അമ്മേനെ പോലെ തന്നെയാട്ടോ. ചേച്ചീനെ എന്നാ അച്ഛമ്മേന്റെ അച്ഛന്റെ പോലെയാ. ഓഹോ ഓഹോ. ഡേ പിരിവിന്റെ കാര്യം. ഇത് കഴിയുന്നില്ലേ? ഇത് പോയേ. എന്ത് സാധനമായിട്ട് നിനക്ക് അമ്മോട് ഒരു സ്നേഹമില്ലേ? പൈസ കൊടുത്തിട്ടുള്ള സ്നേഹമൊന്നും എനിക്കില്ല. ഒരു 100 രൂപയെങ്കിലും. ഒന്ന് പോയേ ചേച്ചി. 100 രൂപ പോലും. ഇതാടാ ഇങ്ങോട്ട്. എനിക്കറിയാം നിന്റെ പൈസ ഉണ്ട് നീ തരാത്തതെന്ന്. എന്റെ ചേച്ചി ഒരു സാരി വാങ്ങാൻ വേണ്ടി ഞാൻ എന്നെ കാശിരുന്നു. അത് ഞാൻ എന്റെ സർപ്രൈസ് കൊടുക്കുന്നത്. ചേച്ചിയെ സർപ്രൈസ് കൊടുക്കുന്നേ. മക്കളെ, ഞാൻ നിങ്ങളോട് ആ സഞ്ജു ചക്കൻ എവിടെ? അവൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ആ എന്നാ അവനോട് ഞാൻ പിന്നെ പറഞ്ഞോളാം. നാളെ മുതലുണ്ടല്ലോ രാവിലെ ഇവിടെ ഇംഗ്ലീഷ് പത്രം വായിച്ചാൽ മതി എല്ലാവരും. ഞാനും വായിക്കണ. ഞാൻ നിങ്ങളോട് 3 ആളോടും കൂടിയല്ലേ പറഞ്ഞത്? എന്താണ് ഇപ്പൊ ഇംഗ്ലീഷ് പത്രം? എനിക്ക് കുറച്ച് വിവരം വെക്കട്ടെ. എനിക്കുള്ള വിവരമൊക്കെ മതി. അമ്മ ഇവിടെ മലയാളം പത്രം പോലും ആരും വായിക്കാറില്ല, പിന്നെയാണ് ഇംഗ്ലീഷ് പത്രം. വായിച്ചാലും വായിച്ചിട്ടില്ലെങ്കിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ നാളെ മുതൽ ഇംഗ്ലീഷ് പത്രം മതി. ഞാൻ തീരുമാനിച്ചു. എന്താ കാര്യമെന്ന് പറ. ആ മോഹിനിയില്ലേ, അമ്മ പറയുന്ന തേങ്ങാക്കള്ളി, ആ അവളെ മക്കൾ ഇംഗ്ലീഷ് പത്ര പോലും വായിക്കല്. അവളെ മക്കൾ എവിടെയാ പഠിച്ചേ? സാധാരണ മലയാളം മീഡിയത്തിൽ. നിങ്ങളോ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചല്ലേ? ആ അപ്പൊ ഇംഗ്ലീഷ് പത്രം വായിക്കണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ വായിക്കണം. നീ വായിച്ചോ? ഞാൻ ഒന്നും വായിക്കണില്ല. യൂറോപ്പ് പോണോ? പോണോ? പോണം. ആ അപ്പൊ ഇംഗ്ലീഷ് പത്രം വായിക്കണം. അമ്മ യൂറോപ്പിൽ ഇംഗ്ലീഷ് മാത്രല്ല ഫ്രഞ്ച്, ഇറ്റാലിയൻ, ജർമ്മൻ അതൊക്കെ പറയും. അതൊന്നും ഇപ്പൊ ഇവിടെ നമുക്ക് ആ പത്രം ഒന്നും കിട്ടത്തില്ല. നമുക്ക് ഇംഗ്ലീഷ് പത്രം മതി. നീ അച്ഛനോട് പറഞ്ഞിട്ട് നാളെ രാവിലെ ഇവിടെ ഇംഗ്ലീഷ് പത്രം ഇടണം എന്ന് പറയണം. നാളെ തൊട്ട്. ആ അതെങ്ങനെയാ പറയേണ്ടതെന്നും കൂടി ഞാൻ പഠിപ്പിച്ചുതരാം. യൂറോപ്പിൽ പോയ ഇംഗ്ലീഷ് പറയണ്ടേ അച്ഛാ? അപ്പൊ നമുക്ക് ഇങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷ് പത്രം വേണമെന്ന് പറയണം. ഞാനൊന്നും പറയുന്നില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിലേ കൂത്തിയാനോ വളക്കിയേക്കും നിന്നെ. ആ മനസ്സിലായ? ആ ആ ചേച്ചി അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഞാൻ പോയി ന്യൂസ് ചോർത്തിയിട്ട് വരട്ടെ. നീ നല്ല സ്ക്രൂ കയറ്റി കൊടുക്കണം കേട്ടാ. മതിയായിട്ടടി, നീ വാ. ഇവിടെ ആവശ്യമില്ലാത്ത എന്തൊക്കെ കാര്യങ്ങൾക്കാ പൈസ കളയുന്നത്. കുറച്ച് ലോകവിവരം കിട്ടാൻ വേണ്ടി പറഞ്ഞത് ഇംഗ്ലീഷ് പത്രം വരുത്താൻ. അത് പറഞ്ഞതിനും ഭയങ്കര ആർഭാടം എന്തൊക്കെയാ നമ്മളെ പറഞ്ഞത്. ആ പോട്ടേടാ, നമ്മുടെ അമ്മ പാവല്ലേ. അമ്മയ്ക്ക് പൈസയൊന്നും ഇല്ലല്ലോ. അച്ഛമ്മേനെ പോലെയൊന്നും അല്ല. അച്ഛമ്മയ്ക്കാണെങ്കിൽ കൂട്ടാണ്ട് വേണ്ടി ഷോ കാണിക്കാം. 20,000 രൂപയുടെ കണ്ണാടി, എന്തൊക്കെ വേണം. ഒരു പത്രം വരുത്താൻ പറഞ്ഞപ്പം അതിന് നിങ്ങൾ അച്ഛനോട് പറഞ്ഞോ ഇംഗ്ലീഷ് പത്രം ഇടുന്നത്? പറയുകയും ചെയ്തു. പറഞ്ഞ പോലെ തന്നെ മാട്ടം കേട്ട് തിരിച്ചു വരുകയും ചെയ്തു. പറഞ്ഞിട്ടെന്നാണ് പറഞ്ഞത്? അത് പറ. പറഞ്ഞിട്ട് പറഞ്ഞു ഇപ്പൊ സൗകര്യമില്ല അമ്മയ്ക്ക് ആ മോഹിനി ചേച്ചിയുടെ മുമ്പിൽ ഷോ കാണിക്കാനാ അല്ലേടി. ആ അതിന് വേണ്ടിട്ട് കാശൊന്നും ചെലവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു? പിന്നല്ലാതെ. ഓ നീ ഇങ്ങനെ പ്രതികരിക്കാട്ടുന്നോ മണകൂടാഞ്ചനായിട്ട്? എനിക്ക് അമ്മയുടെ സ്വഭാവമായി പോയില്ലേ.
എനിക്കെല്ലാം മനസ്സിൽ വെച്ച് ഇങ്ങനെ വെന്തുരുകിയ ശീലമുള്ളൂ. ഏ എനിക്ക് അങ്ങനെ ആരോട് പറഞ്ഞ ശീലമൊന്നുമില്ല, അമ്മയ്ക്ക് അറിയാലോ. എന്നാ ഞാൻ പ്രതികരിക്കും. പ്രതികരിക്കണം അമ്മ, അമ്മ പ്രതികരിക്കണം. അമ്മ പ്രതികരിച്ചേ ഇറങ്ങുള്ളൂ. ശരി, അച്ഛമ്മയ്ക്ക് പൊങ്ങച്ചം കാണിക്കാം. കണ്ണാടി 20,000 രൂപ, അമ്മ കാണിച്ച അത് വലിയ ഷോ, അച്ഛമ്മ കാണിച്ച വലിയ അന്തസ്. അത് ചോദിക്കണല്ലോ. അമ്മ ഇപ്പൊ തന്നെ ചോദിക്കണം, ഇപ്പൊ തന്നെ ചോദിക്കണം. ഇത് ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ, ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ കാര്യം. എന്തൊക്കെയാ അച്ഛൻ പറഞ്ഞത്? നമ്മുടെ മാരേക്കുമല്ലേ മിക്കവാറും. എന്തൊരു സമാധാനം. എന്തൊരു ചിരി കേട്ടതിപ്പോ. ഞാനോട് തുടച്ചു വെക്കാൻ പറഞ്ഞു. തുടച്ചു വെക്കാൻ പറഞ്ഞു. അത് പ്ലേറ്റ് തുടക്കുന്ന തുണിയല്ലേ, ഇതെങ്ങനെ ടേബിൾ തുടച്ച നിങ്ങള്? ടേബിളിൽ ഞങ്ങളല്ല, അമ്മയാണ് ഇവിടെ പ്ലേറ്റ് വെച്ചപ്പോ ഇവിടെ വെള്ളമായത്. ഇങ്ങനെ പാവങ്ങളായി പോകുന്നതാണ് എല്ലാരും ഇങ്ങനെ തല. വേറെ എന്താടാ അച്ഛൻ പറഞ്ഞേ? വേറെ 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 കൃഷ്ണ എല്ലാം കേട്ടല്ലോ. കൃഷ്ണ പറഞ്ഞു കൊടുക്ക്. കൃഷ്ണ അമ്മയ്ക്ക് എന്താണ് ഇത്രയ്ക്ക് പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിട്ടുള്ളത്? ഇവിടെ എന്താണ് കുറവ്? പിന്നെ അപ്പൂപ്പനെ എപ്പോഴും എന്തോ പറഞ്ഞല്ലോ. എന്തോ പറഞ്ഞില്ലേ? എന്തോ പറഞ്ഞായിരുന്നു അപ്പൂപ്പനെ, എന്തോ പറഞ്ഞായിരുന്നു. എന്ത് പറഞ്ഞു? അപ്പൂപ്പനെ പോലെ തന്നെയെന്ന് അമ്മ. അത് പിന്നെ എന്റെ അച്ഛനെ പോലെ തന്നെയല്ലേ ഞാൻ ഉണ്ടാവുക. എന്തോ ഞാൻ ശ്രദ്ധിച്ചില്ല, കാരണം എനിക്ക് അതൊക്കെ കേൾക്കുമ്പോ ഞാൻ നീ ഇങ്ങനെ മൂക്കിൽ വെച്ച് നടന്നിട്ട് എന്നാ കാര്യടാ? എന്റെ അച്ഛനെ പറഞ്ഞു നീ കേട്ട് വന്ന് ഇവിടെ ഇരുന്നില്ലടാ. പിന്നെ എനിക്ക് എന്റെ അച്ഛനോട് ചൂടാൻ പറ്റുമോ? അമ്മ അങ്ങനെയാണോ വളർത്തി? അല്ലല്ലോ, അവനെ ചൂടായില്ല. ആവശ്യമുള്ളിടത്ത് ചൂടാകണം, അല്ലാണ്ട് എല്ലാം ഇങ്ങനെ കേട്ടിരിക്കാൻ പാടില്ല. 20,000 രൂപയുടെ കണ്ണട വെച്ചിട്ട് തള്ളൊക്കെ നടക്കാം അല്ലെ? മാസത്തിന് ഒരു 300-400 രൂപേന്റെ പത്രം വരുത്തിച്ചൂടെ പോലും. അമ്മ പോയി പ്രതികരിക്കമ്മ. ഇന്ന് അയാളെ പുറം പൊളിഞ്ഞിട്ടേ ഉള്ളു കാര്യം. നീ കണ്ടോ? നിലവിളി വരും കേൾക്കുമ്പോ വരണം കേട്ടാ. എന്തിന് അമ്മ പുറം പൊളിക്ക്. ഇത് വെച്ചിട്ട് തലക്കടിച്ചാലടാ. വേണ്ട വേണ്ട വേണ്ട, അത് വേണ്ട, അത് വേണ്ട. ഒരച്ഛനേ ഉള്ളൂ. ഞാൻ ഓർത്ത് കയ്യിൽ നിന്ന് പോയി. പോയാ നോക്ക്, പോയാ നോക്ക്. എന്റെ പൊന്നേ. എന്ത്? അല്ല നിങ്ങളെ അമ്മയ്ക്ക് എന്തോ ആവാ, ഞാൻ എന്തെങ്കിലും കാണിച്ചാ പൊങ്ങച്ചം. എൻ്റെ അമ്മയ്ക്ക് എന്തും കാണിക്കാനുള്ള ആളുണ്ട്, നല്ല കാശുണ്ട് കയ്യിൽ. അത് അച്ഛൻ സമ്പാദിച്ചു കൊടുത്തതുകൊണ്ടായിരിക്കൂലേ? അതുപോലെ നിങ്ങൾ സമ്പാദിക്കണം, അപ്പൊ എനിക്കും പൊങ്ങച്ചം കാണിക്കാലോ. ഒരു പണി ചെയ്യ്, നീ കുറച്ച് കാശ് ഇങ്ങോട്ട് ബിസിനസ് ചെയ്യാൻ, അപ്പം ഞാനും പണക്കാരനായി കാണിച്ചു തരാം. അങ്ങനെ ഞാൻ കാശ് തന്നിട്ട് നിങ്ങൾ പണക്കാരനാവണ്ട. എന്നാ പിന്നെ ഇങ്ങോട്ട് കുറ്റം പറഞ്ഞുകൊണ്ട് വരികയും വേണ്ട. പിന്നെ ഞാൻ ആരോടെ പറയേണ്ടത്? നീ പോയി നിന്റെ കാലൻ കലാധരനെ കുറ്റം പറയടി. എന്റെ അച്ഛനോട് പറയുന്നതിൽ നല്ല ഇവിടുത്തെ അച്ഛനെ പറയുന്നതാ. എന്തുവാ? എന്റെ അച്ഛനെ പറയുന്നതിൽ നല്ലത് നിങ്ങൾ അച്ഛനെ തന്നെ പറയുന്നതാന്ന്. ഒന്ന് പറഞ്ഞു നോക്കടി, പല്ലടിച്ചാൽ താഴെ ഇടും. പല്ലടിച്ച് പൊട്ടിക്കാൻ നിങ്ങളാരാ? ദന്ത ഡോക്ടറോ? ദന്ത ഡോക്ടറൊന്നും അല്ല മോളെ, മാനസികരോ ഡോക്ടറാ. നിന്റെ മാനസികരോ ഞാനിന്ന് നിർത്തി തരാവടി. അയ്യോ എൻ്റെ അമ്മ, എന്തിനാ അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എടാ എൻ്റെ ഈ കണ്ണടയുടെ ഇതെങ്ങനെയാ തുറക്കുന്ന? ഈ തുറക്കാനുമല്ലോ ഇതിന്റെ ഈ കണ്ണടയുടെ കാലം കൊണ്ട് ഇളകി കിടക്കുന്ന എന്താന്ന് എനിക്കറിയില്ല. ആ കണ്ണടയുടെ കാലെല്ലാമ ഇളകൊല്ലം ചെയ്യും, നിങ്ങൾക്ക് ഇളക്കം കൂടുതൽ. അമ്മ ഇത് ഇളക്കമൊന്നുമല്ല, ഇത് ന്യൂജൻ കണ്ണടയാണിത്, ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി ആയത്. പെൺസിബിലിറ്റി ആയ അതുകൊണ്ടാണ് കുഴപ്പം, അല്ല ഇളക്കമൊന്നുമില്ല. ഒരു കുഴപ്പമില്ലെന്നേ. നാളെ മുതൽ ഇവിടെ ഇംഗ്ലീഷ് പത്രം ഇടണം.